ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെങ്കല്ല് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. പുട്ടിയൊന്നും ഇടാത്ത നമ്മൾ ഡിസൈൻ ചെയ്യാനുള്ള ഭാഗം നമ്മളിതാ കാത്തിരിക്കുകയാണ്. മഴക്കോളുള്ളത് കൊണ്ട് താർപ്പായൊക്കെ കെട്ടിയിട്ടാണ് പരിപാടി, അതുകൊണ്ട് ക്ലാരിറ്റി അല്പം കുറയും. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് തുടങ്ങുകയാണ്. മൊത്തം അളവെടുക്കുമ്പോൾ 55 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ അളവ്. 55 സെൻറ്റിമീറ്റർ വരുന്ന ഒരു പോർഷനെ നമ്മൾ 3ആയി ഭാഗിച്ചിട്ട് 18 സെൻറ്റിമീറ്ററാണ് ഒരു കട്ടയുടെ വലുപ്പം ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഒരു പോർഷനിൽ 18 സെൻറ്റിമീറ്റർ വരുന്ന 3 കട്ടയാണ് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ 18 സെൻറ്റിമീറ്റർ അളവ് കണക്കാക്കി ലൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കല്ലിൻ്റെ നീളം 33 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. 33 സെൻറ്റിമീറ്റർ കണക്കാക്കി ഒരു ഈർക്കിളി എടുത്ത് അളവ് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പണി എളുപ്പമാണ്. ഈർക്കിളി എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്തതുപോലെ അളവ് കണക്കാക്കി കട്ട വരച്ചെടുക്കണം. ചുമരിലെ മുകളിലെ കട്ട നമ്മൾ 33 സെൻറ്റിമീറ്റർ കണക്കാക്കുമ്പോൾ തൊട്ട് താഴെയുള്ള സൈഡിലെ കട്ടയ്ക്ക് അതിൻ്റെ പകുതി വലുപ്പമേ പാടുള്ളൂ. അത് പകുതിയാണെങ്കിലും പകുതിയിൽ കുറവാണെങ്കിലും എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ മാർക്ക് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ താഴോട്ട് കട്ടകൾ വരച്ച് ഫില്ല് ചെയ്യുക. ചെങ്കല്ലാവാൻ വേണ്ടിയിട്ടുള്ള കട്ടകൾ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കണം. മാസ്കിംഗ് ടാപ്പ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഏത് വേണമെങ്കിലും ഒട്ടിക്കാം. വീഡിയോയിൽ ഈ താടിക്കാരൻ ചെയ്യുന്നത് പോലെ ലൈനിൻ്റെ അടിവശം ചേർത്ത് ടാപ്പ് ഒട്ടിച്ചു പോവുക. ടാപ്പ് മുഴുവനായി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽ ഏതാണെന്ന് നോക്കാം. അൾടെക്സിൻ്റെ ടെക്സ്ചർ പുട്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 1400 ചില്ലാനം രൂപയാണ് 15 കിലോയ്ക്ക് വില വരുന്നത്. മഴയും വെയിലും ഒക്കെ നന്നായി കൊള്ളുന്ന സ്ഥലത്താണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് അൾടെക്സിൻ്റെ അല്ലെങ്കിൽ മറ്റേത് കമ്പനിയുടെ ആണെങ്കിലും ടെക്സ്ചർ പുട്ടി തന്നെ, ടെക്സ്ചർ പുട്ടിയുടെ ഫൈന് അല്ലെങ്കിൽ സ്മൂത്ത് കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. പുട്ടി മിക്സർ കൊണ്ട് അല്ലെങ്കിൽ വടി കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പുട്ടി ബ്ലേഡിൽ അല്ലെങ്കിൽ ട്രവലിൽ ഏത് ടൂൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. സാധാരണ പുട്ടിയൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഈ കട്ടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ടെക്സ്ചർ ഉണങ്ങുന്നതിന് മുമ്പ് വിരലിൽ മാസ്കിംഗ് ടാപ്പൊക്കെ ഇട്ട് നമ്മളെ സേഫ്റ്റി ആദ്യം നോക്കിക്കൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളെ വിരൽ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുപോലത്തെ ഒരു ടൂള് നിർമ്മിക്കണം. ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഈ ടൂള് നിർമ്മിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ടൂള് കൊണ്ട് നമ്മൾ ഇട്ടിട്ടുള്ള ടെക്സ്ചറിൻ്റെ മുകൾ വശം പരത്തി കൊടുക്കണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ 1-2 കട്ടകൾ പരത്തിയതിന് ശേഷം ടർപ്പൻ്റ് കൊണ്ട് നമ്മൾ ടൂള് ക്ലീൻ ചെയ്ത് കൊടുക്കണം. വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കല്ല് നിർമ്മിക്കുന്ന ഒരുപാട് വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു പെയിൻറ്ററിനും ഇത് ചെയ്യാൻ പാകത്തിനാണ് വിവരണങ്ങളും വീഡിയോ ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാം. ടെക്സ്ചറിൻ്റെ മുകൾ വശമെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പരത്തുന്ന സമയത്ത് എവിടെയെങ്കിലും മെറ്റീരിയൽ കൂടുതലായിട്ട് മുഴുവനായിട്ടും ഡിസൈൻ വരുന്നില്ലെങ്കിൽ ആ സമയത്ത്
നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി വിരൽ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകൾ വശം കൂടി പരത്തി വൃത്തിയാക്കി കൊടുക്കാം. ഇതുപോലെ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോയിലും പ്രത്യേകം പറയുന്ന കാര്യമാണ്, ഒട്ടിച്ചിട്ടുള്ള ടാപ്പ് നമ്മളെ ടെക്സ്ചർ അല്ലെങ്കിൽ പുട്ടി എന്താണെങ്കിലും അത് ഉണങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും പറിച്ച് കളയണം. ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ടാപ്പ് കൂടി നമുക്ക് പറിക്കാം. ടാപ്പൊക്കെ പറിച്ച് കഴിഞ്ഞു. ടാപ്പ് പറിച്ച് കഴിഞ്ഞിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു സ്ക്രാപ്പർ കൊണ്ട് വെറുതെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും തരികളൊക്കെ പൊന്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താടിക്കാരൻ ചെയ്യുന്ന പോലെ സ്ക്രാപ്പർ ഓടിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതിന് ബേസ് കോട്ട് അടിക്കണം. ഏഷ്യൻ പെയിൻറ്റിൻ്റെ 7864 എന്നുള്ള കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഐവറി കളറാണ്. നമുക്ക് ഡയറക്റ്റ് ഐവറി എടുക്കാം. ഐവറിനേക്കാളും കുറച്ച് ഡാർക്ക്, കുറച്ച് ലൈറ്റ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ശേഷം അതിലേക്ക് 50% വെള്ളം ഒഴിച്ചിട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. ബേസ് കോട്ടായിട്ട് ഐവറി കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. വലിയൊരു മതിലാണ്, പക്ഷെ നമുക്ക് മഴ ആയതുകൊണ്ട് ചെറിയൊരു പീസ് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. നേരത്തെ കണ്ട ഐവറിയിലേക്ക് കുറച്ച് ഗ്രീൻ സ്റ്റൈനറും കുറച്ച് ബ്ലാക്ക് ഒഴിച്ച് കുറച്ച് ഡാർക്ക് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. കുറച്ച് വൈറ്റ് എമോഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് എമോഷനും എടുത്തിട്ടുണ്ട്. വെട്ടുകല്ലിൻ്റെ കുഴികളിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്രീൻ എമോഷൻ അടിച്ചു കൊടുക്കുക. ഐവർ ശരിക്കും ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. ചെറിയൊരു നനവുണ്ടെങ്കിൽ ആ ഗ്രീന് ശരിക്കും മിക്സ് ആയിക്കോളും. ഉണങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഗ്രീനിൻ്റെ കൂടെ ഗ്യാപ്പുകൾ നോക്കിയിട്ട് കുറച്ച് വൈറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്യാപ്പുകൾ നോക്കി ബ്ലാക്ക് എമോഷനും ടച്ച് ചെയ്യുക. വലിയ കുടികളിൽ മാത്രമേ ബ്ലാക്ക് ഇടാൻ പാടുള്ളൂ. ഒരു കട്ടയിൽ, ഒരു ചെങ്കല്ലിൽ 1-2 സ്ഥലത്തെ ബ്ലാക്ക് വരാനും പാടുള്ളൂ. അങ്ങനെ ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന് 3 കളർ കൊണ്ടും നമ്മളിതിൻ്റെ ബേസ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് കോട്ട് അടിക്കാം. ഏഷ്യൻ പെയിൻറ്റിൽ ഡാർക്ക് മെക്കാഡോ അപ്പെക്സിലാണ് എടുത്തിട്ടുള്ളത്. ഏത് കമ്പനിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എക്സ്റ്റീരിയർ എമോഷൻ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഡാർക്ക് മെക്കാഡോ കളറ് എമോഷൻ 40% വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ തുടങ്ങാം. ഗ്രീൻ എമോഷൻ നമ്മൾ ടച്ച് ചെയ്തതിൻ്റെ മുകളിലാണ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്രീനിൻ്റെ മുകൾ വശത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഗ്രീനും മുകളിൽ ഡാർക്ക് മെക്കോഡവും വരുന്ന സമയത്ത് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകും, ബ്ലാക്ക് ഷെയ്ഡിലേക്ക് എത്തുകയുമില്ല. ചില സ്ഥലങ്ങളിൽ ഗ്രീന് ചെറുതായി തെളിഞ്ഞ് കാണുകയും ചെയ്യും. ഗ്രീന് നിർബന്ധമായും അടിക്കണം. ഗ്രീൻ അടിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒരു വൃത്തി കിട്ടുള്ളൂ. ശേഷം ബ്രഷിൽ മെറ്റീരിയൽ കുറച്ചിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് കൂടെ മാത്രം വാഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു സ്പേസിൽ മെറ്റീരിയൽ കൂടുതലായിട്ട് കയറുന്നുണ്ടെങ്കിൽ റോളർ കൊണ്ട് ഉരുട്ടുന്ന സമയത്ത് അവിടെ നമ്മൾ ഉരുട്ടാതെ അല്ലെങ്കിൽ പതുക്കെ പ്രസ് ചെയ്ത് ഉരുട്ടിയിട്ട് ക്ലിയർ ചെയ്യാം. അതുകൊണ്ടാണ് ആദ്യം ബ്രഷ് കൊണ്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ രൂപം, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുന്നത്. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഏതെങ്കിലും സ്ഥലത്ത് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കൂടുതലായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളവിടേക്കൊന്ന് മെക്കാഡോ ടച്ച് ചെയ്ത് കൊടുക്കുക. കാണുന്ന പോലെ മുകൾ വശം വാഷ് ചെയ്യുക. മെറ്റീരിയൽ കൂടുതൽ ഏതെങ്കിലും സ്ഥലത്ത് എടുക്കുന്നുണ്ടെങ്കിൽ റോളർ വിട്ടുന്ന സമയത്ത് അവിടെ മെറ്റീരിയൽ കുറച്ച് ഉരുട്ടാൻ വേണ്ടി ശ്രമിക്കുക. ചെങ്കല്ലിൻ്റെ ചില ഭാഗങ്ങൾ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് എമോഷൻ അതിലേക്ക് ഡാർക്ക് മെക്കാഡോ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് മെക്കാഡോയുടെ ഡാർക്ക് കളറ് നിർമ്മിക്കുക. ഡാർക്ക് മെക്കാഡോയുടെ ഡാർക്ക് ഷെയ്ഡ് 2 ഡാർക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഡാർക്ക് കൊണ്ട് ചെങ്കല്ലിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ഉരുട്ടി കൊടുക്കുക. മുഴുവനായി ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂത്ത ചെങ്കല്ല് പോലെ ആയിപ്പോവും. ചില വശങ്ങളിൽ മാത്രം ഉരുട്ടി ആ ഭാഗങ്ങൾ ഒന്നുകൂടെ ഡാർക്കാക്കി കൊടുക്കുക.
ഡാർക്ക് ഷെയ്ഡും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രേ കളറ് ഉണ്ട്, സിമെൻറ്റിൻ്റെ ഡാർക്ക് കളറ്. അതുകൊണ്ട് വെട്ടുകല്ലിൻ്റെ കല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒറിജിനലെ വെല്ലുന്ന ചെങ്കല്ലെന്ന് തംബ്നെയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ ഒറിജിനലെ വെല്ലുന്നുണ്ടോ എന്നറിയാനാണ് ഞങ്ങൾ രണ്ടാളും കട്ടയെല്ലാം പൊക്കി പിടിച്ച് നിൽക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നമ്മുടെ ചാനലിന് ഇതുപോലത്തെ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത്. വീഡിയോ കാണുന്ന 93% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ്. അവരുടെ കൂടെ ശ്രദ്ധയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ പുതിയ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ വണക്കം.